ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നോമ്പ് 13 അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കുന്നത്. അതായത് കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു കോഴി നിറച്ചതാണ്. കുറച്ച് ദിവസമായി ഹസ്ബൻഡ് പറയുന്നുണ്ട് കോഴി നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്ന് അയമോളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കോഴി വാങ്ങി വന്നതാണ്. അങ്ങനെ വേഗം കൊണ്ടുവന്ന് കണ്ട് അത് ക്ലീൻ ചെയ്യാൻ നോക്കുകയാണ്. നാലെണ്ണമാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ ആ സമയം ഉമ്മതാക്കണമെങ്കിൽ അതിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടാണ്. ആ ഹയമോൾ നോമ്പറക്കാൻ വേണ്ടി വന്നാണ്. പിന്നെ ഞാനത് വേഗം മസാല തേച്ചിട്ട് വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് സാധാ മസാല തന്നെയാണ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല, ഉപ്പ്, അത് മാത്രമാണ് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് കുറച്ച് നേരം തേച്ചിട്ട് വെക്കണം. അങ്ങനെ അതിലേക്ക് തകണ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമ്മൾ മസാല തേച്ച് വെക്കണം. അങ്ങനെ ആ സമയം നമ്മളൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്ന് പിന്നെ ഞാനത് പൊരിക്കാൻ വേണ്ടിയിട്ട് നിറച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. ഇതാക്കണൊക്കെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കോഴി നിറച്ചതൊക്കെ റെഡിയായി. പിന്നെ ഞാൻ ഇന്ന് വേറെ കടി ഉണ്ടാക്കുന്നത് ബ്രെഡ് പോക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഞാനിങ്ങനെ ആവിയിൽ ആക്കലാണ്. അതാകുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആവി കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കോല് വെച്ചിട്ട് പരത്തിയെടുക്കും. എന്നിട്ട് മസാല നിറച്ചിട്ട് റോൾ ചെയ്യലാണ്. ചൂടോടെ തന്നെ ഇങ്ങനെ പരത്തണം, എന്നാലേ ബ്രെഡ് ഈ ഒരു ഷേപ്പ് നീണ്ട് കിട്ടുള്ളൂ. ഇതേപോലെ റോൾ ചെയ്തിട്ട് രണ്ട് സൈഡും ഞാൻ മൈദ തേച്ചും കണ്ടാണ് ഒട്ടിക്കാറുള്ളത്. അല്ലെങ്കിൽ ചില സമയത്ത് അത് വിട്ടുപോരും. അപ്പോൾ മൈദ തേച്ചാൽ അത് നല്ലോണം ഒട്ടി നിന്നോളൂ. അങ്ങനെയൊക്കെ ഇതാക്കണ ബ്രെഡ് പോക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുത്തെടുക്കണം. അങ്ങനെ നോമ്പെടുക്കാനുള്ള സമയമായി. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് റാത്തായിട്ട് ഇതാക്കണ നോമ്പ് 13 തുറന്നിട്ടുണ്ട്. അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്ന്. കോഴി നിറച്ചതും കണ്ണൻശോത്തിരിയാണ്. ഇതാണ് നമ്മളെ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ആണ്, കോഴി നിറച്ചതും കണ്ണൻശോത്തിരിയും. അങ്ങനെ നോമ്പ് 13 കഴിഞ്ഞു. എത്ര പെട്ടെന്നല്ലേ 13 കഴിഞ്ഞത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ റമദാനും കഴിയും. പിന്നെ അൽഹംദുലില്ലാ നോമ്പ് 13 അങ്ങനെ റാഹത്തായിട്ട് കഴിഞ്ഞു.